കുറ്റ്യാടി മുണ്ടൻകുറ്റിയിൽ വീട്ടിൽ മക്കൾ കിടന്നുറങ്ങിയ കിടക്കയിൽ വിഷപ്പാമ്പ്. പിന്നീട് വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ 4 പാമ്പുകളെ കൂടി കണ്ടെത്തി. മീത്തലെ കാപ്പുമ്മൽ രമേശന്റെ വീട്ടിൽ നിന്നാണ് പാമ്പുകളെ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് പാമ്പിനെ കണ്ടത്. കുറ്റ്യാടിക്കടുത്ത് മുണ്ടൻകുറ്റിയിലെ മീത്തലെ കാപ്പുമ്മൽ രമേശന്റെ 1 വയസ്സുള്ള മകനും 8 വയസ്സുള്ള മകളും കിടന്നുറങ്ങിയ ബെഡിൽ തലയണയ്ക്ക് അടിയിൽ ഞായറാഴ്ച രാവിലെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. വെള്ളിക്കെട്ടൻ എന്ന പേരുള്ള വിഷപ്പാമ്പ് ചുരുണ്ടു കിടക്കുന്നു. പാമ്പിനെ എടുത്തുമാറ്റി ഏറെ നേരം കഴിയും മുമ്പേ തന്നെ 8 വയസ്സുള്ള പെൺകുട്ടി ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെയും ഒരു വെള്ളിക്കെട്ടൻ പാമ്പ്. തുടർന്ന് രമേശൻ വീടിന്റെ മറ്റ് റൂമുകൾ പരിശോധിക്കുമ്പോൾ ഒരു പാമ്പിനെ കൂടി കണ്ടെത്തി. രാത്രിയിൽ നാട്ടുകാർ എത്തി വീടും പരിസരവും ഒന്നുകൂടി സസൂക്ഷ്മ പരിശോധിച്ചപ്പോൾ 2 വെള്ളിക്കെട്ടൻ പാമ്പിനെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്നും 5 വെള്ളിക്കെട്ടൻ പാമ്പുകളെയാണ് കണ്ടെത്തിയത്. അപകടങ്ങൾ ഒന്നും ഉണ്ടാകാത്തതിൽ ആശ്വസിക്കുമ്പോഴും ഭീതി ഒഴിയുന്നില്ലെന്ന് രമേശൻ പറഞ്ഞു. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കുട്ടി എഴുന്നേൽക്കുന്നൊരു സമയം 7 മണി 7:30 അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാളും എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കെട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. അതിനുശേഷം പിന്നെ വീട്ടിൽ രാത്രിയായി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് അരിച്ച് പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. കുട്ടികൾ 1 വയസ്സുള്ള ഒരു മോനും ഒരു മോളുമാണുള്ളത്. മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഫുള്ള് അകത്തുനിന്ന് തന്നെയാണ് കിട്ടിയത് പാമ്പിനെ. ഇപ്പം നമ്മളെ ഇടവലത്തുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ചോലായി മനോട്ടം, വിജീഷി, നഖിലേഷി എല്ലാവരും, അങ്ങനെ രംത്ത് എല്ലാവരും, സഞ്ജു എല്ലാവരും വന്ന് എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്ത് തന്ന്. വീടിൻ്റെ അകത്ത് കോണിക്കൂടിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു. അത് എല്ലാവരും നാട്ടുകാർ എല്ലാവരും സഹായിച്ച് ആ കോൺക്രീറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് സഹായിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്തു.